ഹലോ, നമ്മളെ പൂച്ചക്കുട്ടി കിടക്കണ അവസ്ഥയാണിത്. കൈയൊക്കെ ചെയ്യുമ്പോൾ കയറ്റി വെച്ചിട്ട് ചുരു ഉറങ്ങുക, ശുണ്ടര ഉറങ്ങുക. നിജു ഉണ്ട് കേട്ടോ ഇവിടെ. നിജു ഇവിടെ കിടന്നപ്പോൾ പൂച്ചക്കുട്ടി ഇവിടെ വന്ന് കിടന്നു. ഹലോ, നമ്മളെ പൂച്ചക്കുട്ടി എന്താ കാണിച്ചു കൊടുക്കുക? പൂച്ചക്കുട്ടിനെ ഇതാ ആള് എന്തേ കൈയൊക്കെ തലമെന്നെടുത്തോ? ചെവിൻ്റെ എവിടെയും കൈ ഇങ്ങനെ ചാടിപ്പോയോ? ചാടി അങ്ങനെ ഇങ്ങനെ വെക്ക്. നല്ല രസമുണ്ടായിരുന്നു കാണാം. ഇതാ ഇങ്ങനെ കിടന്നതിനിപ്പോൾ കൈയൊക്കെ താഴേക്ക് പോകുന്നു. അതവിടെ നിജു കിടക്കുന്നുണ്ട്. നിജു വന്നപ്പോൾ നിജുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയതാണ്. ഇത് മാത്രല്ല കേട്ടോ, വേറെ രണ്ടാളും കൂടി ഉണ്ട്. ക്യാറ്റ് ബേബീസ്, ലിയോന്റെ കുട്ടികളാണ്. ലിയോന്റെ ഇവിടെ ഇതിങ്ങനെ സ്ഥലം മാറ്റിയും കൊണ്ട് നടക്കാണ് ലിയോ. കണ്ടോ, കുറേ മുമ്പേ നമ്മളെ മറ്റേ പൂച്ചൻ്റെ, നാടൻ പൂച്ചൻ്റെ ലഡുവിൻ്റെ കുട്ടികളെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ നേരത്തെ കണ്ട ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല പാലുടിയാണ്. മറ്റേ ആള് നിജുവിൻ്റെ അടുത്ത് കിടന്നുറങ്ങാണ്. എന്താണ് എന്തില്ലയോ? എന്താണ് പ്രശ്നം? കുട്ടീനെ കൊണ്ടുപോകില്ല കേട്ടോ. കുട്ടികളെടുത്ത് കൊണ്ടുപോയാൽ പ്രശ്നമാണ്. അപ്പോൾ വേഗം സ്ഥലം മാറ്റുക. എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല, കുട്ടികളെ തൊടുന്ന ഇഷ്ടമല്ല. അപ്പോൾ മറ്റേ പൂച്ചക്കുട്ടിനെ കൊണ്ടുപോയത് ആളെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ. എന്താണ് ലിയോ? ക്യാറ്റ് ബേബീസ്, ക്യാറ്റ് ബേബീസ്, ക്യാറ്റ് ബേബീസ്. വേറെ പോസ് ഇതാ കുഞ്ഞാപ്പിന്റെ. കുഞ്ഞാപ്പി അങ്ങനെ വെക്കണ്ട. പൂച്ചപ്പേനുണ്ട്. ഓ, കൈത്ത് തല അവിടെ വെച്ച് കൈ അവിടെ കയറ്റി വെച്ച് കണ്ടടാ. കുടുങ്ങി കൈ കുടുങ്ങിയോട്. ഏതായാലും നല്ല ഇറക്കാണ് സുന്ദര.